ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഴ്സസ് ലൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇലിയോസ്റ്റമി ആൻഡ് കൊളോസ്റ്റമി. എന്താണ് ഇലിയോസ്റ്റമി ആൻഡ് കൊളോസ്റ്റമി, എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻസ് ആൻഡ് നഴ്സിംഗ് കെയർ എന്നൊക്കെ ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. Ileostomy. Definition: An ileostomy is a surgical opening made from the ileum through the abdominal wall. Abdominal wall വഴിയായിട്ട് ഇലിയത്തിലെ ഒരു സർജിക്കൽ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇലിയോസ്റ്റമി എന്ന് പറയുന്നത്. ഇലിയം സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഡിയോഡിനം, പിന്നെ ജെജിനം, ലാസ്റ്റ് വൺ ഇലിയം. ഈ ഇലിയത്തിൽ ഒരു സ്റ്റോമ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ബാഗുമായിട്ട് കണക്ട് ചെയ്തു. ഈ ബാഗിലാണ് ഫീക്കൽ മാറ്റേഴ്സ് കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റൂൾ ടൈപ്പ്. ഇവിടെ ലിക്വിഡ് ടു സെമി ലിക്വിഡ് സ്റ്റൂൾ ആയിരിക്കും, കംപ്ലീറ്റ്ലി ഫോം ആയ സ്റ്റൂൾ അല്ല. ബാഗിൽ കളക്ട് ചെയ്യുന്നത് ലിക്വിഡ് ടു സെമി ലിക്വിഡ് സ്റ്റൂൾ ആയിരിക്കും. നെക്സ്റ്റ് ഇൻഡിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ അൾസറേറ്റീവ് കൊളൈറ്റിസ്. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള റിക്കറന്റ് ഇൻഫെക്ഷൻ ആണ്, കൊളോണിലും രക്തത്തിലുള്ള ഇൻഫെക്ഷൻ ആണ്. അപ്പം ഈ അൾസറേറ്റീവ് കൊളൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ടോക്സിക് മെഗാകോളോൺ. ടോക്സിക് മെഗാകോളോൺ എന്ന് പറഞ്ഞാൽ കോളൺ സ്വെല്ലിംഗ് ആവുന്നു, അത് ബ്ലീഡിങ്ങിലേക്കും പെർഫോറേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നു. അതുപോലെയുള്ള വേറൊരു കോംപ്ലിക്കേഷൻ ആണ് മാസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്, പിന്നെ റിസ്ക് ഓഫ് ക്യാൻസർ. ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്രിട്ടിക്കൽ ആകുമ്പം ടോട്ടലായിട്ട് കൊളോൺ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പം ഇലിയോസ്റ്റമി പ്രൊസീജിയർ ചെയ്യും. നെക്സ്റ്റ് ക്രോൺസ് ഡിസീസ്. ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ GI ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. ഇത് കൊളോണിനെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പം സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പം പിന്നെ ബ്ലീഡിങ്ങിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം കൊളോൺ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. അപ്പം നമ്മൾ ഇലിയോസ്റ്റമി ഇടും. നെക്സ്റ്റ് മൾട്ടിപ്പിൾ കൊളോൺ പോളിപ്സ്. ഈ പോളിപ്സ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോളിപ്സ് ഉണ്ടാകുമ്പോഴത്തേനും അത് റിസ്ക് ഫോർ ക്യാൻസർ ആണ്. അപ്പം കൊളോൺ റിമൂവ് ചെയ്യും, എന്നിട്ട് ഇലിയോസ്റ്റമി ചെയ്യും. നെക്സ്റ്റ് ആഫ്റ്റർ ടോട്ടൽ കൊളക്ടമി. കൊളക്ടമി എന്ന് പറഞ്ഞാൽ കൊളോൺ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഇവിടെ ടോട്ടൽ ആയിട്ട് കൊളോൺ റിമൂവ് ചെയ്തു, എന്നിട്ട് ഇലിയോസ്റ്റമി ഇടുന്നു. ഇത്രയാണ് ഇൻഡിക്കേഷൻസ്. എന്തൊക്കെയാണ് നേഴ്സിംഗ് കെയർസ് എന്ന് നോക്കാം. മോണിറ്റർ ഫ്ലൂയിഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, എൻകറേജ് ഓറൽ ഫ്ലൂയിഡ്സ് ആൻഡ് സോൾട്ട്. പേഷ്യന്റിന് ഇവിടെ ലിക്വിഡ് ടു സെമി ലിക്വിഡ് സ്റ്റൂൾ ആണ്. അപ്പം കൂടുതൽ ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റും റിമൂവ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേഷ്യന്റ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് മോണിറ്റർ ചെയ്യുക. അതുപോലെ ഓറൽ ഫ്ലൂയിഡ്സും സോൾട്ടിൻ്റെക്കും ഇൻക്രീസ് ചെയ്യാൻ പറയുക. എഡ്യൂക്കേറ്റ് പേഷ്യന്റ് അബൌട്ട് സ്കിൻ കെയർ അറൌണ്ട് സ്റ്റോമ. സ്റ്റോമയുടെ ചുറ്റുമുള്ള അറൌണ്ട് ആയിട്ടുള്ള സ്കിൻ കെയറിനെ കുറിച്ച് പേഷ്യന്റ് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും ആ ഏരിയ ഡ്രൈ ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. എംപ്റ്റി പൗച്ച് വെൻ 1/3 ഫുൾ ടു പ്രിവെന്റ് ലീക്കേജ്. അതായത് പൗച്ച് അല്ലെങ്കിൽ ആ ബാഗ് 1/3 ഫുൾ ആകുമ്പോഴത്തേനും എംപ്റ്റി ചെയ്യുക. ഇത് ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അവോയ്ഡ് ഗ്യാസ് ഫോമിംഗ് ഫുഡ്സ് സച്ച് ആസ് ബീൻസ്, ക്യാബേജ്, കാർബണേറ്റ് ഡ്രിങ്ക്സ്. ഇവിടെ ഗ്യാസ് ഫോമിംഗ് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഇത് പേഷ്യന്റ് അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ ഗ്യാസ് ഫോം ചെയ്ത് അത് ഇലിയോസ്റ്റമി ബാഗിലേക്ക് കളക്ട് ചെയ്ത് അത് ബാഗ് ഇൻഫ്ലേംഡ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുമൂലം ലീക്കേജ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്യാസ് ഫോമിംഗ് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് യൂസ് അപ്രോപ്രിയേറ്റ് പൗച്ച് ആൻഡ് സ്കിൻ ബാരിയർ സൈസ്. കറക്റ്റ് ആയിട്ടുള്ള പൗച്ചും സ്കിൻ ബാരിയറും നമ്മൾ സെലക്ട് ചെയ്യുക. സ്കിൻ ബാരിയർ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേറ്റ് ആകാതിരിക്കുന്ന സ്കിൻ ബാരിയർ വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഈ സ്കിൻ ബാരിയർ എന്ന് പറഞ്ഞാൽ കട്ട്, അതായത് 2 to 3 millimeter ലാർജർ ദാൻ ദി സ്റ്റോമ. സ്റ്റോമയിനേക്കാളും 2 to 3 millimeter ലാർജർ ആയിരിക്കണം ഈ സ്കിൻ ബാരിയർ. ഇത്രയൊക്കെയാണ് നേഴ്സിംഗ് കെയർസ്. നോട്ട്സ്. വാച്ച് ഫോർ സൈൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ. പേഷ്യന്റ് ഇവിടെ ലിക്വിഡ് സ്റ്റൂൾ ആണ്, അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം ഡീഹൈഡ്രേഷന്റെ സൈൻസ് ചെക്ക് ചെയ്യുക. ഡ്രൈ മൗത്ത്, ലോ യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് ഡിസ്നെസ്, ഇതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് എൻകറേജ് ഹൈ കലോറി ലോ ഫൈബർ ഡയറ്റ് ടു റെഡ്യൂസ് സ്റ്റൂൾ വോളിയം. നമ്മൾ ഹൈ ഫൈബർ ഡയറ്റ് കൊടുക്കുന്നത് സ്റ്റൂളിന്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടി, സ്റ്റൂൾ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ ഇലിയോസ്റ്റമിയിൽ ഓൾറെഡി ലിക്വിഡ് ടൈപ്പ് ഓഫ് സ്റ്റൂൾ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോ ഫൈബർ ഡയറ്റ് കൊടുക്കുക. Ensure proper pouch adhesion to prevent skin irritation. Skin irritation prevent ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള പൗച്ച് യൂസ് ചെയ്യുക. സ്റ്റെറൈൽ പ്രൊസീജിയർ ഈസ് റിക്വയർഡ്. അതായത് ഇവിടെ ഇലിയോസ്റ്റമി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റെറൈൽ ആയിട്ട് തന്നെ പ്രൊസീജിയർ ചെയ്യണം. കാരണം ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഇലിയോസ്റ്റമിയിൽ വളരെ കൂടുതലാണ്. എനിമ ഓർ സപ്പോസിറ്ററി കനോട്ട് ബി ഗിവൺ. ഇവിടെ ഇലിയോസ്റ്റമിയിൽ ഓൾറെഡി ലിക്വിഡ് ടൈപ്പ് ഓഫ് സ്റ്റൂൾ ആണ്. അതുകൊണ്ട് നമ്മൾ എനിമയും സപ്പോസിറ്ററിയും അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് കൊളോസ്റ്റമി. ഡെഫിനിഷൻ നോക്കാം. ഇറ്റ്സ് എ സർജിക്കൽ ഓപ്പണിംഗ് മെയ്ഡ് ഫ്രം ദ കൊളോൺ
through the abdominal wall to pass stool into a bag. ഇവിടെ കൊളോസ്റ്റമിയിൽ കൊളോൺ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് നമ്മൾ സ്റ്റോമ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റൂൾ ഒരു ബാഗിലേക്ക് കളക്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് കോമൺ ഇൻഡിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ കൊളോൺ ക്യാൻസർ. ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ കൊളോൺ റിമൂവ് ചെയ്യുന്നു. ഏത് സൈഡാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കൊളോസ്റ്റമി മേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, പെർഫോറേഷൻ, ഡൈവർട്ടിക്കുലൈറ്റിസ്. ഡൈവർട്ടിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈവർട്ടിക്കുല. നെക്സ്റ്റ് ട്രോമ. കൊളോണിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റൂള് പ്രോപ്പറായിട്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അതുമൂലം നമ്മൾ അവിടെ കൊളോസ്റ്റമി ഇടുന്നു. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ്. നെക്സ്റ്റ് കൊളോസ്റ്റമി ബാഗിൽ കളക്ട് ചെയ്യുന്ന സ്റ്റൂളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. സെമി സോളിഡ് ടു സോളിഡ് സ്റ്റൂൾ ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ സൈറ്റ് അനുസരിച്ച് സെമി സോളിഡ് ടു സോളിഡ് ടൈപ്പ് ഓഫ് സ്റ്റൂൾ ആയിരിക്കും. ഫസ്റ്റ് അസെൻഡിങ് കൊളോൺ, അതായത് കൊളോൺ ഇപ്പം വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് കൊളോൺ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇത് അസെൻഡിങ് കൊളോൺ, ഇത് ട്രാൻസ്വേഴ്സ് കൊളോൺ, ഇവിടെ ഡിസെൻഡിങ് കൊളോൺ, പിന്നെ ലാസ്റ്റ് ആണ് സിഗ്മോയിഡ് കൊളോൺ. ഓക്കെ, ഇവിടുത്തെ അസെൻഡിങ് കൊളോൺ, അതായത് ഇവിടെയാണ് നമ്മൾ സ്റ്റോമ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലിക്വിഡ് ഫീക്കൽ മാറ്റർ ആയിരിക്കും. കാരണം ഇലിയായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലിയത്തിൽ ഓൾറെഡി ലിക്വിഡ് സ്റ്റൂളാണ്. അതുപോലെ തന്നെ അസെൻഡിങ് കൊളോണിൽ വരുമ്പോഴത്തേന് ലിക്വിഡ് സ്റ്റൂൾ ആയിരിക്കും ഉണ്ടാവുക. ഇനി ട്രാൻസ്വേഴ്സ് കൊളോൺ ഇവിടെ എവിടെയാണ് നമ്മൾ സ്റ്റോമ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ സെമി ലിക്വിഡ് ഓർ മഷി സ്റ്റൂൾ ആയിരിക്കും. നെക്സ്റ്റ് ഡിസെൻഡിങ് കൊളോൺ, അതായത് താഴേക്ക് വരുമ്പോൾ ഡിസെൻഡിങ് കൊളോണിലാണ് നമ്മൾ സ്റ്റോമ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ സെമി ലിക്വിഡ് സ്റ്റൂൾ ആയിരിക്കും. ഇനി സിഗ്മോയിഡ് കൊളോണിലാകുമ്പോഴത്തേനും അവിടെ നോർമൽ ആയിട്ടുള്ള ഹാർഡ് സ്റ്റൂൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതാണ് കൊളോസ്റ്റമിയിൽ ഉണ്ടാകുന്ന സ്റ്റൂളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സ്പെഷ്യൽ നോട്ട്സ് നോക്കാം. കൺസിഡേർഡ് എ ക്ലീൻ പ്രൊസീജിയർ. നമ്മുടെ കൊളോസ്റ്റമി ക്ലീൻ പ്രൊസീജിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇലിയോസ്റ്റമി സ്റ്റെറൈൽ പ്രൊസീജിയർ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എനിമ ക്യാൻ ബി ഗീവൺ ഇഫ് റിക്വയർഡ്. ഇവിടെ സിഗ്മോയിഡ് കൊളോണിലൊക്കെ വന്നപ്പോഴത്തേന് ഹാർഡ് സ്റ്റൂൾ ആണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ എനിമ കൊടുക്കാം, ആവശ്യമെങ്കിൽ എനിമ കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റോമ അസസ്മെന്റ്. നമ്മുടെ സ്റ്റോമയുടെ കളറാണ് നോക്കുന്നത്. റെഡ് ഓർ പിങ്ക് ആയിരിക്കും ഇനീഷ്യലില്, അതായത് നോർമൽ ആണ്. ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ സ്റ്റോമ ക്രിയേറ്റ് ചെയ്ത പാടെയുള്ള ആ സ്റ്റേജിലൊക്കെ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറായിരിക്കും. നെക്സ്റ്റ് പെയിൽ പിങ്ക്, ഭയങ്കര വിളറിയ ഒരു പെയിൽ ആയിട്ടുള്ള പിങ്ക് ആണെങ്കിൽ അത് പോസിബിൾ ലോ ഹീമോഗ്ലോബിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് ഓർ പർപ്പിൾ. ബ്ലാക്ക് അല്ലെങ്കിൽ പർപ്പിൾ ആണെങ്കിൽ നെക്രോസിസ് ആയിരിക്കും. അവിടെ ടിഷ്യൂലേക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് അവിടെ നെക്രോസിസ്, സ്കിന്ന് ഡാമേജ് ആയി. അത് എമർജൻസി സിറ്റുവേഷൻ ആണ്. ഉടനെ തന്നെ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. ഇതാണ് സ്റ്റോമയുടെ അസസ്മെന്റ്സ്. നേഴ്സിംഗ് കെയർസ് നോക്കാം. Empty pouch when 1/3 full. Avoid gas forming foods. Take low fiber or low residue diet. Use correct pouch and skin barrier size. Clean skin around stoma with water. Dry completely before applying pouch or barrier. Colostomy irrigation can be done after a meal or with warm or hot drink. നമ്മൾ കൊളോസ്റ്റമി ഇറിഗേഷൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു മീല് അല്ലെങ്കിൽ വാം അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള ഡ്രിങ്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ കൊളോസ്റ്റമി ഇറിഗേഷൻ ചെയ്യുന്നത്. എക്സ്ട്രാ നോട്ട്സ്. ടീച്ച് പേഷ്യന്റ് ഹൗ ടു മാനേജ് ഓർഡർ ആൻഡ് ഗ്യാസ് ഫോമിൽ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ ഓർഡർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി വെക്കാൻ പറയുക സ്റ്റോമ. മോണിറ്റർ ഫോർ സ്കിൻ ഇറിറ്റേഷൻ, ലീക്കേജ് ഓർ ഇൻഫെക്ഷൻ. എൻകറേജ് സ്റ്റോമ സെൽഫ് കെയർ ആൻഡ് ഇൻഡിപെൻഡൻസ്. അസസ് സൈക്കോളജിക്കൽ അഡ്ജസ്റ്റ്മെന്റ്. പേഷ്യന്റ് മേ ഫീൽ എംബ്രൈസ്ഡ് ഓർ ആങ്ഷ്യസ്. അല്ലെങ്കിൽ പേഷ്യന്റ് ആങ്ഷ്യസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. എത്രയാണ് ഇലിയോസ്റ്റമി ആൻഡ് കൊളോസ്റ്റമി? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. കൂടുതൽ നേഴ്സിംഗ് എക്സാം ടിപ്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.